എല്ലാവർക്കും നമസ്കാരം. ഈ പുറകെ കാണുന്ന മാവും മാങ്ങായും ഒക്കെ ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ നാട്ടിലെ പറമ്പിലെ മാങ്ങായാണ്. അപ്പോൾ ആ പടമൊക്കെ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, മാങ്ങായും കൊണ്ട് പച്ചമാങ്ങായും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തപ്പം ഒരു പൊറാട്ട ഉണ്ടാക്കാൻ പറ്റുമ്പോൾ പച്ചമാങ്ങായും കൊണ്ട്. അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും പച്ചമാങ്ങായും കൊണ്ട് എങ്ങനെയാണ് പൊറാട്ട ഉണ്ടാക്കുന്നതെന്ന്. അപ്പം അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പം നമുക്ക് എൻ്റെ അടുക്കളയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് ഈ മാങ്ങയുടെ തൊലി അങ്ങോട്ടൊന്ന് ചെത്തിക്കളയാം. ഞാനിപ്പോൾ ഇവിടെ 2 മാങ്ങ അല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ രണ്ടാമത്തെ മാങ്ങയുടെ തൊലിയും കൂടെ അങ്ങ് കളയാം. പിന്നെ ആ കൂടെ ആ ഇഞ്ചിയും കൂടെ വൃത്തിയാക്കി വെക്കുക. ഇനി നമുക്ക് ഈ എല്ലാ സാധനങ്ങളും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. വളരെ നേർമയായിട്ട് അരിയണം. നമുക്ക് ആദ്യം ഈ സവോള അങ്ങോട്ട് നല്ല കുനുകുനെ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മാങ്ങായും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ്. അതാകുമ്പോൾ എല്ലാം ഒരുപോലെ നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടിരുന്നുള്ളൂ. ഇപ്പം നമ്മളിവിടെ എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. എല്ലാം ചെറുതായിട്ട് തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ കൂടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നിങ്ങളെല്ലാവരുടെയും വായിൽ നന്നായിട്ട് വെള്ളം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. പച്ചമാങ്ങായും ഉപ്പും മുളകും എല്ലാം കൂടെ കാണുമ്പോൾ നല്ലൊരു കൊതി തോന്നും. ഇനി നമുക്ക് ഒരല്പം ഉപ്പും ഇച്ചിരി എണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ച് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ശകലം മഞ്ഞളും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞളിടുമ്പം ഒരു ചെറിയ നല്ല മഞ്ഞ കളർ വരും നമ്മുടെ പൊറാട്ടയ്ക്ക്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. പക്ഷെ നല്ലൊരു കട്ടിയുള്ള മാവാണ് വേണ്ടത്. കാരണം കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പം മാങ്ങയിൽ നിന്നും അല്പം വെള്ളം ഇറങ്ങും. അന്നേരം അത് ഇച്ചിരി കൂടെ ലൂസാകും. അതുകൊണ്ട് ആദ്യം കുഴയ്ക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് കുഴച്ചെടുക്കണം. ഇനി കുറേശ്ശെ വെള്ളം തളിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 10 മിനിറ്റ് മാറ്റി മൂടി വെക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മാവ് ഒന്ന് നോക്കാം. ഈ മാവ് ഇപ്പോൾ ഇവിടെ ഓക്കെയാണ്. ഇപ്പം നിങ്ങൾക്കത് കൂടുതൽ ലൂസായിട്ടൊന്ന് തോന്നുവാണെങ്കിൽ ഇച്ചിരി പൊടിയും കൂടെ ഇട്ട് ഒന്നും കൂടെ കുഴച്ചെടുത്താൽ മതി. നമുക്കിനി ഈ മാവ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈക്വൽ പോർഷനുള്ള, അതായത് ഈക്വൽ വലിപ്പമുള്ള ബോൾസാക്കി എടുക്കണം. അപ്പം ഞാൻ ആദ്യം അതിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് കൈകൊണ്ട് ഉരുട്ടി ഈക്വൽ ബോൾസായിട്ട് മുറിച്ചെടുക്കാം. ഇതിൽ നിന്ന് ഞാനൊരു 3 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബാക്കി ഇരിക്കുന്നതിൽ നിന്നും കൂടി ഉണ്ടാക്കി നന്നായിട്ട് ഉരുട്ടി എടുത്ത് വെക്കുക. ഇപ്പോൾ ഇവിടെ ഒരു 6-7 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 1.25 കപ്പും കൊണ്ട് നമുക്കൊരു 7 പൊറാട്ട ഉണ്ടാക്കാം. അതാണ് അതിൻ്റെ കണക്ക്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഓരോ ഉരുളകളും അല്പം ഒന്ന് പരത്തിയിട്ട് അല്പം പൊടിയിൽ മുക്കി നമുക്ക് ചപ്പാത്തിയെ കഴിഞ്ഞും ഇച്ചിരും കൂടെ കട്ടിയായിട്ട് നമുക്ക് പരത്തിയെടുക്കണം. പരത്തുന്ന വഴിക്ക് മാവ് ചപ്പാത്തി പലകയിൽ ഒട്ടുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ആ പൊടിയിലേക്ക് മുക്കി പിന്നെ പരത്തുക. അങ്ങനെ നമുക്ക് ഈ എല്ലാ പൊറാട്ടയും പരത്തിയെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് പരത്തി വെച്ച് കഴിഞ്ഞ് പിന്നെ ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഓരോന്നോരോന്നുണ്ടാക്കി നമുക്ക് ചുട്ടെടുക്കാം. അപ്പം അതിനായിട്ട് ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊറാട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു സൈഡായി കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. മറിച്ചിട്ട് അടുത്ത സൈഡും ആയി കഴിയുമ്പോൾ ഒന്നും കൂടെ മറിച്ചിട്ടിട്ട് അല്പം എണ്ണ പുരട്ടി കൊടുക്കണം. ഒരല്പം പുരട്ടിയാൽ മതി. അത് നമുക്ക് 2 സൈഡിലും പുരട്ടി കൊടുക്കണം. ഒരു സൈഡിൽ പുരട്ടിയിട്ട് പിന്നെ ഒന്നും കൂടെ മറിച്ചിടുക. അത് കഴിഞ്ഞ് അടുത്ത സൈഡിലും കൂടെ എണ്ണ പുരട്ടി കൊടുക്കുക. എന്നിട്ട് ആ സ്പാച്ചുല കൊണ്ട് അങ്ങോട്ട് നന്നായിട്ട് അമക്കി അത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ പൊറോട്ട ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണേ. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്.
പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കറിയുടെ ആവശ്യമില്ല. പക്ഷേ ഞങ്ങൾ ഇതുണ്ടാക്കിയപ്പോൾ ഞാൻ ഇച്ചിരി മീൻകറി കൂട്ടി ഞങ്ങളൊന്ന് കഴിച്ച് നോക്കി കേട്ടോ. അത് പറയണ്ട, അതിൻ്റെ ഒരു രുചി ഒരു വല്ലാത്ത അപാര രുചി തന്നെയാണ്. മീൻകറിയോട് കഴിച്ചപ്പോഴാണ് കേട്ടോ നല്ല ബ്രൗൺ സ്പോട്ട് വരും. അങ്ങനെ ആ സ്പോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിങ്ങോട്ട് എടുക്കാം. ഇത്രയും വെന്താൽ മതി. കാരണം മാങ്ങ ഒന്നും അധികം വേണ്ട ആവശ്യമില്ല. മാങ്ങായും സവാളയൊക്കെ അതൊന്നും അധികം വേണ്ട ആവശ്യമില്ല. ഈ ചൂടിൽ തന്നെ ആയിക്കോളും എല്ലാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാം. പിന്നെ മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിച്ചാലും നല്ലത് തന്നെ ആയിരിക്കും. നല്ല ശരിക്കും ഭയങ്കര രുചിയാണ്. ഞാൻ ഒരിക്കലും ഓർത്തില്ല ഇത്രയും രുചി ഉണ്ടായിരിക്കും ഇതിന്. മീൻകറിയോട് കഴിച്ചപ്പോഴാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് എല്ലാ പൊറോട്ടയും ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ പൊറോട്ടയും ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിന് ചൂടോടുകൂടി ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ കഴിച്ചാലും നല്ലത് തന്നെ ആയിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ കമൻറ്റുകളൊക്കെ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ കാണുകയും ലൈക്കോ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.